ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് ഞാൻ സംസാരിച്ചുകൊണ്ട് ഒരു വ്ളോഗ് ചെയ്യുന്നത്. ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല. ഈവൻ ഈ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്നുള്ളതും എനിക്കറിയത്തില്ല. ഇതിപ്പോൾ നല്ല രീതിയിൽ വരികയാണെങ്കിൽ മാത്രം ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഇത് എന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞ് ചേരും. ഓക്കെ, സോ നമ്മളിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് എൻ്റെ നാട്ടിലേക്ക് പോകണം, ആലപ്പുഴയിലേക്ക് പോകണം. അപ്പം ഞാൻ വിചാരിച്ചു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയായിട്ട് പോകുന്നതല്ല. ഇതിപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ലീവൊക്കെ ആയതുകൊണ്ട് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഈ സമയത്ത് ഒരു വ്ളോഗായിട്ട് ചെയ്തുകൂടാ എന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്യുന്ന വ്ളോഗാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഉണ്ടാവും, നേരത്തെ പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ല ചെയ്യുന്നത്. വെറുതെ ജസ്റ്റ് ഒരു തോട്ട് തോന്നി അങ്ങനെ ചെയ്യുന്നതാണ്. നമുക്കിവിടുന്ന് MC റോഡിലേക്ക് കയറണം. ഇതിപ്പോൾ NHൻ്റെ പണി നടക്കുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു റൈറ്റ് എടുത്ത് അങ്ങനെ നമ്മൾ MC റോഡിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 5 മണി ആയിട്ടുള്ളൂ. അപ്പോൾ ലൈറ്റൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. എനിക്ക് അറിയില്ല ക്യാമറയിൽ ഇപ്പോൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നൊന്നും അറിയത്തില്ല. ഓട്ടോ മോഡലാണ് ഇട്ടിരിക്കുന്നത്. ഞാനിത് പഠിച്ചു വരുന്നേ ഉള്ളൂ ഇത് ഉപയോഗിച്ചിട്ട്. DJ Action 4 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പഠിച്ചിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ വിഷ്വൽസൊക്കെ എങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വീഡിയോ ഓൺ ചെയ്യാം. കുറച്ചുകൂടി ലൈറ്റ് വന്നിട്ട് ത്രൂ ഔട്ട് ഓൺ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. പ്രത്യേകിച്ച് അങ്ങനെ കാണാൻ മാത്രം ഒന്നുമില്ല. യെസ്, ട്രിവാൻഡ്രം നൈറ്റ് വൈബ്സ് കാണാം. അതായത് ലൈറ്റൊക്കെ കാണാം. പല സ്ഥലത്തും ഇങ്ങനെ ലൈറ്റ് എല്ലാം ഉണ്ടാവും. ഇതാണ് ട്രിവാൻഡ്രത്ത് ഞാൻ കണ്ട ഒരു പ്രത്യേകത. ലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റ് അല്ല, ഈ എന്താ പറയുക, സീരിയൽ ലൈറ്റ്സ് ഉണ്ടാവില്ലേ, അതെങ്ങനെ ഇട്ടിട്ടുണ്ടാവും പല സ്ഥലത്തും. അതിങ്ങനെ ഇടാറുണ്ട്. ഇവിടെ പരിപാടികൾക്കൊക്കെ ഇടാറുണ്ട്. ഇവിടെ ഓണത്തിനും ക്രിസ്മസിനും എല്ലാത്തിനും ഇവിടെ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ പല സ്ഥലത്തും കാണാം. അതാണ് ഉദ്ദേശിച്ചത്. ഫുൾ ഇരുട്ടാണ് ഇപ്പോൾ. അപ്പോൾ അത് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓൺ ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ സംസാരിക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത് ഫൈനൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എനിക്ക് ഇഷ്ടമായാൽ, അല്ലെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ ഇത് യൂട്യൂബിൽ കണ്ടൻ്റായിട്ട് വരത്തുള്ളൂ. യെസ്, അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. നിങ്ങൾ കാണുന്നുണ്ടാവും ഈ മീറ്റർ കൺസോളിൻ്റെ ഇവിടെ ഫോഗ് വരുന്നത് കാണുന്നുണ്ടാവും. അതൊരു ഇഷ്യൂ ആണ് 411. ഇതിനു മുമ്പ് എനിക്കിതുപോലെ ആദ്യമേ ഫോഗ് വന്നു തുടങ്ങി. പിന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോഗ് മാറുന്നില്ല. അതായത് ഒരു ദിവസം 2 ദിവസമൊക്കെ ഇങ്ങനെ ഫോഗ് ഇങ്ങനെ തന്നെ നിൽക്കുന്നു. എനിക്ക് ഒന്നും വിസിബിൾ ആവുന്നില്ല. അങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാൻ ഇത് അവിടെ വാറണ്ടിയിൽ ക്ലെയിം ചെയ്തു. റോയൽ എൻഫീൽഡിലെ ഞാൻ എക്സ്റ്റെൻഡഡ് വാറണ്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് 1 ഇയർ ആവുന്നുണ്ടായുള്ളൂ. അപ്പോൾ എനിക്ക് വാറണ്ടിയിൽ അത് ക്ലെയിം ചെയ്ത് കിട്ടി. ഒരു 10,000 ഒക്കെ ആയപ്പോഴാണ് ഞാനത് ക്ലെയിം ചെയ്ത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വണ്ടി ശരിക്കും പറഞ്ഞാൽ 26,000 ഓടി. ബട്ട് ഇവിടെ ഇപ്പോൾ 16 ആയിരിക്കും കാണിക്കുക. ബിക്കോസ് 10,000 മീറ്റർ മാറിയപ്പോൾ
ഈ കിലോമീറ്റർ റീസെറ്റായി. ഇപ്പോൾ അതാണ് അവസ്ഥ. ഇപ്പം മീറ്റർ മാറിയിട്ട് ഇപ്പോൾ ഫോഗ് ഉണ്ട്. പിന്നെ അന്നുണ്ടായിരുന്ന പോലെ എന്താ ഒരു ദിവസമോ അല്ല 2 ദിവസമോ ഇങ്ങനെ ഫോഗ് അവിടെ തന്നെ നിൽക്കുന്നില്ല. മേ ബി ഇതൊരു കുറച്ചൊന്ന് ഓടി കഴിയുമ്പോഴേക്കും ഇത് മാറാറുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാനത് മാറ്റാത്തതാണ്. പിന്നെ മാറ്റിയിട്ടും കാര്യമൊന്നുമില്ല. ഇനി അടുത്തതിൽ ഇത് തന്നെ വരും, ഫോഗ് വരും. ഫോഗിങ് ഒരു ഇഷ്യൂ ആണ് 411. കുറേ ഇഷ്യൂസ് ഉണ്ട്, കുറേ പോസിറ്റീവ്സ് ഉണ്ട്, കുറേ നെഗറ്റീവ്സ് ഉണ്ട്. പക്ഷെ ഒരു ഹാപ്പിനെസ് ഉണ്ട് കേട്ടോ. എത്ര ഇപ്പം എന്തൊരു ഇഷ്യൂ വന്നാലും അത് ഫിക്സ് ആക്കിയിട്ട് തിരിച്ച് വണ്ടി കയ്യിൽ കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുക. അല്ലെങ്കിൽ ആ ഒരു തിരിച്ച് വണ്ടി കയ്യിൽ കിട്ടി കഴിയുമ്പോഴേക്കും ഒരു ഹാപ്പിനെസ് ഉണ്ട്. നമ്മളിപ്പോൾ പോത്തൻകോട് എത്താറായി. ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട് ഫ്ലൈ ഓവറിൻ്റെ. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ മൈക്ക് കണക്ട് ചെയ്യുമ്പോൾ സീ പോർട്ട് എക്സ്പോസ്ഡ് ആവുമല്ലോ. അപ്പോൾ ഇത് അത്ര വാട്ടർ പ്രൂഫ് ആയിരിക്കില്ല മഴയത്ത് മൈക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു ചെറിയൊരു മഴയാണുള്ളത്. മഴ കൂടുകയാണെങ്കിൽ ഞാൻ പിന്നെ ഒന്നും സംസാരിക്കുന്നുണ്ടാവില്ല. അവിടെ ഒരു മലയുടെ പൊക്കത്ത് നല്ല കോടയായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതൊക്കെയാണ് രാവിലെ ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന കുറെ നല്ല കാര്യങ്ങൾ.
നല്ല മഴയുണ്ട്. ഞാൻ ഫുള്ള് നനഞ്ഞു. ഞാൻ ചായ കുടിക്കാൻ കയറിയപ്പോ പുള്ളി ചോദിക്കുക മഴ എങ്ങനെ ഉണ്ടെന്ന്. നോക്കുമ്പോ എന്റെ ഷൂ ഒക്കെ നനഞ്ഞ് കുതിർന്നിട്ട് ഞാൻ ഇരിക്കുന്ന സ്ഥലം ഫുള്ള് വെള്ളം. ഞാൻ ഇരിക്കുന്ന ചെയറിന്റെ ചുറ്റും വെള്ളം. അടൂർ. എന്റെ വണ്ടി ഹിമാലയൻ 411 ലാസ്റ്റ് ബാച്ചിലെ ഒരു വണ്ടിയാണ്. 2023 സെപ്റ്റംബർ ആ സമയത്ത് എടുത്ത വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു മാനുഫാക്ചറിങ് ജൂണിലായിരുന്നു തോന്നുന്നു വണ്ടിയുടെ. ആ സമയത്ത് എടുത്ത വണ്ടിയാണ്. അപ്പൊ പലരും എന്നോട് ചോദിച്ചിരുന്നു ഹിമാലയൻ 450 ഇറങ്ങുന്ന സമയമായിരുന്നു ആ സമയത്ത്. നമ്മൾ ഇമേജസ് എല്ലാം കണ്ടു. ലോഞ്ച് ആയിട്ടില്ല, പക്ഷെ ഇമേജസ് എല്ലാം കണ്ടു. നമുക്കറിയാം സാധനം വരുന്നുണ്ട് എന്ന്. ആ സമയത്ത് എന്തിനാണ് 411 കുറച്ച് ഔട്ട്ഡേറ്റ്, കുറച്ചല്ല അത്യാവശ്യം നല്ല ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള 411. ഈവൻ സേഫ്റ്റിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ആകെ ABS ഉള്ളൂ, ട്രാക്ഷൻ കൺട്രോൾ ഒന്നും ഇല്ല. എടുത്ത് എന്തിനാന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. ഇത് ഏകദേശം ഒരു 2016 സമയം, ആ ഒരു സമയത്ത് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയിരുന്നു ഈ വണ്ടി ലോഞ്ച് ആയെന്ന് തോന്നുന്നു. എനിക്ക് ഇയർ കറക്റ്റ് ഓർമ്മയില്ല. 2016 ഓർ 2015 ഇങ്ങനെ എന്തോ ആ സമയത്താണ് ഇത് ലോഞ്ച് ആയെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മളിങ്ങനെ കുറെ കണ്ടിട്ടുണ്ട് ഈ വണ്ടി ഇങ്ങനെ. അതിന്റെ ആ സമയത്ത് എന്താ പറയുക, കുറച്ച് വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവര് ഇത് ടെസ്റ്റ് ചെയ്യുന്നതും, അല്ലെങ്കിൽ ഇവരുടെ എനിക്കൊന്നും ഒരു ആഡ് പോലെ എന്തോ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ എണീറ്റ് നിന്നിട്ട് ബൈക്ക് ഓടിക്കുന്ന ഒരു സംഭവം. അപ്പൊ അതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇങ്ങനെ എണീറ്റ് നിന്ന് ബൈക്ക് ഓടിക്കുന്നത്. എന്താ പറയാ, ഹിമാലയത്തിൽ കൂടെ എങ്ങനെ പോകുന്നു. അത് പലരും ചോദിക്കുന്നുണ്ട് ഈ പുറകിലത്തെ ടയറിന്റെയും സീറ്റും തമ്മിലുള്ള ആ ഗ്യാപ്പ് എന്തിനാണ് എന്നുള്ള കാര്യം. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു വണ്ടി ഞാൻ ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായില്ല. ഞാനിത് ആദ്യമായിട്ട് ഈ വണ്ടിയാണ് കാണുന്നത്. അപ്പൊ അന്ന് നമുക്കൊരു തോട്ട് വരില്ലേ. ഇപ്പോ എനിക്കറിയാം, എനിക്ക് അങ്ങനെ ഉണ്ട്. എനിക്ക് ചില സാധനങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആലോചിക്കോ, ഇത് വാങ്ങണം നമ്മൾ ആലോചിക്കല്ലോ. അപ്പൊ ആ ഒരു തോട്ടിന്റെ പുറത്ത് ബൈക്ക് വാങ്ങുകയാണെങ്കിൽ ഇത് വാങ്ങണം എന്നുള്ളൊരു സംഭവമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. കാരണം അത്രയും ഇഷ്ടപ്പെട്ടു വണ്ടി. പിന്നെ വണ്ടിക്ക് പ്രശ്നങ്ങളുണ്ട്, കുറെ പ്രശ്നങ്ങളുണ്ട്. ഒരിക്കലും ഒരു പുതിയ വണ്ടി എടുക്കുന്ന ഒരു ഓണർ ഫേസ് ചെയ്യാൻ പാടില്ലാത്ത കുറെ ഇഷ്യൂസ് വണ്ടിക്കുണ്ട്. അതെനിക്ക് എടുത്തിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതായത് മെയിൻ്റെനൻസ് അത്യാവശ്യം വേണ്ട വണ്ടിയാണ്. മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോൾ പൈസ ആവും, എന്നാലും കമ്പാരിറ്റീവ്ലി പൈസ കുറവാണ് ബാക്കിയുള്ള ബ്രാൻഡുകളെയൊക്കെ വെച്ചിട്ട്. എന്നാലും പൈസ കുറവാന്ന് പറഞ്ഞാൽ അത്ര കുറവല്ല, അതാണ് സംഭവം. അപ്പോ ആ ഒരു ഇഷ്യൂസ് എല്ലാം എന്താ പറയാ, അത് സഹിച്ച് മുന്നോട്ട് പോവാ, അല്ലെങ്കിൽ അത് ഫിക്സ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉള്ളവർക്ക് മാത്രമേ ഈ വണ്ടി പറ്റുള്ളൂ. ഞാൻ തന്നെ പലതവണ എനിക്ക് മതിയായിട്ടുണ്ട് ഇങ്ങനെ ചില ഇഷ്യൂസ് ഒക്കെ കിട്ടുമ്പോ സർവീസ് സെന്ററിൽ നിന്ന് ഇറങ്ങിയിട്ടായിരിക്കും ഇഷ്യൂ കിട്ടുക, പിന്നെ തിരിച്ച് സർവീസ് സെന്ററിൽ നിന്ന് സർവീസ് സെന്ററിലേക്ക്, അതായിരുന്നു കൂടുതലും. പക്ഷെ അതൊരു എന്താ പറയാ, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഫിക്സ് ഉണ്ട്, എന്തൊരു ഫിക്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ പല DIY വീഡിയോസ് എല്ലാം യൂട്യൂബിലുണ്ട്. നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന പല വീഡിയോസും യൂട്യൂബിലുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് മിക്ക കാര്യങ്ങളും ഇപ്പൊ അറിയാം വണ്ടീനെ പറ്റി. വണ്ടി ഇപ്പൊ എന്തെങ്കിലും ഒരു ഇത് കാണിച്ചാൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങൾ അറിയാം. അപ്പൊ അത്രത്തോളം എന്താ പറയാ, റിസോഴ്സസ് ഉണ്ട് ഈ വണ്ടീനെ പറ്റിയും, അല്ലെങ്കിൽ വണ്ടിയുടെ ഇഷ്യൂസിനെ പറ്റിയും. ഈവൻ മോഡ്സ്, ഇതിൽ ചെയ്യാൻ പറ്റുന്ന മോഡ്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംമാതിരി മോഡ്സ് ഉണ്ട്.
പിന്നെ എന്താ പറയാ, ലഗേജ് ക്യാരിങ് കപ്പാസിറ്റി ആണെങ്കിലും എന്തൊക്കെ ഇതില് എന്തൊക്കെ എന്താ പറയാ ആക്സസറീസ് ആണ് ഉള്ളതെന്ന് എനിക്ക് ഇതുവരെ, ഐ മീൻ കുറെ ആക്സസറീസ് ഉണ്ട് ഇതില്. ഞാൻ അധികം വെച്ചിട്ടില്ല. ഞാൻ ആകെ ആക്സസറി ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു സൈഡ് സ്റ്റാൻഡ് ഷൂ വെച്ചിട്ടുണ്ട്. ആക്സസറി അല്ല, അത് ഒരു എന്താ പറയാ, അത് ജസ്റ്റ് ഒരു നെസസിറ്റി ആണത്. കാരണം അത് നമ്മളിപ്പോ ഒരു ലോ ഗ്രാവലൊക്കെ ഉള്ള സ്ഥലത്ത് കൊണ്ട് വണ്ടി വെച്ച് കഴിഞ്ഞാൽ വണ്ടി നേരെ അങ്ങ് പോകും. കാരണം ഇതിന്റെ സ്റ്റാൻഡിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ വളരെ, അതിന്റെ സർഫസ് ഏരിയ വളരെ കുറവാണ്. അപ്പോൾ ഇത് നേരെ ബൈക്ക് അങ്ങ് വീഴും. ഞങ്ങൾ വർക്കല പോയ സമയത്ത് ഇതേപോലെ ബൈക്ക് അന്ന് വണ്ടി മേടിച്ച സമയം, അപ്പോൾ ഇതൊന്നും സൈഡ് സ്റ്റാൻഡ് ഷൂ ഒന്നുമില്ല. അന്ന് ഇങ്ങനെ മറിഞ്ഞതാ വണ്ടി. അപ്പൊ അന്ന് തൊട്ട് എനിക്കിങ്ങനെ ഇത് വാങ്ങണം എന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ആളോട് കഴിഞ്ഞിട്ടാണ് ഇത് വാങ്ങിയത്. അതൊരു യൂസ്ഫുൾ സംഭവമാണ്. പക്ഷെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറയും. കാരണം ഈ ഒരു അത്യാവശ്യം ഒരു നേരത്തെ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് ഉള്ളിലേക്ക് നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു അത്യാവശ്യം ഒരു വലിയൊരു കുഴി ചാടിയാലോ ഒന്നും സ്റ്റാൻഡ് ഒന്നും ഇടിക്കില്ലായിരുന്നു. ഇതിപ്പോ ഇതിന്റെ സർഫസ് ഏരിയ ഇത് കൂട്ടിയത് കൊണ്ട് തന്നെ കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു. സ്റ്റാൻഡ് വന്ന് തട്ടും. അതൊരു പ്രോബ്ലം ആയിട്ട് തോന്നാറുണ്ട് ഇടയ്ക്ക്. പ്രത്യേകിച്ച് പില്ലിയൻ കൂടി ഉണ്ടെങ്കിൽ കുഴി ചാടി എന്തായാലും സ്റ്റാൻഡ് തട്ടും. അയ്യോ ആനോണ്ട്. അതാണ് അതിന്റെ ഒരു പ്രശ്നം. അതല്ലാതെ ഞാൻ ഇതിൽ വേറെ ആക്സസറീസോ കാര്യങ്ങളോ ചെയ്തില്ല. പിന്നെ കുറെ സർവീസ് ചെയ്യുമ്പോൾ ഞാൻ പുറത്താണ് ഇപ്പൊ സർവീസിന് കൊടുക്കാറ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ കാണുന്ന കോൺസെപ്റ്റ്, ഇത് റോയൽ എൻഫീൽഡ് അല്ല, ഇതൊരു വേറൊരു ബ്രാൻഡിന്റെയാണ്. അതുപോലെ കുറെ മോഡ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് കുറച്ച് ഫണ്ടൊക്കെ വേണം. പിന്നെ പതിയെ പതിയെ ഓരോന്നോരോന്നായിട്ട് ചെയ്യാം എന്നുള്ളൊരു പ്ലാനാണ്. അതിന് നനയാനൊന്നും ബാക്കിയില്ല കേട്ടോ, എല്ലാം നനഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വന്ന സമയത്ത് ഞാൻ റെയിൻകോട്ട് ഇട്ടിട്ടാ വന്ന, മഴ പെയ്യുന്ന കരുതി. അന്ന് ഒരു തുള്ളി മഴ പോലും പെയ്തില്ല. ഇന്ന് റെയിൻകോട്ട് ഇല്ലാത്തപ്പോ മഴ പെയ്തു. ഇതാണ് മഴ. പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ പറയുണ്ടാവില്ലേ, ഇപ്പൊ സ്കൂളിലെല്ലാം പോകുമ്പോ കുട എടുക്കട എന്ന് പറയും. കുട എടുക്കാത്ത ദിവസം അമ്മ പറയുന്നത് കേൾക്കാതെ കുട എടുത്തില്ലെങ്കിൽ അന്ന് മഴ ഉറപ്പാണ്. എന്നാ കുട എടുക്കുന്ന ദിവസവും മഴയൊന്നും പെയ്യത്തില്ല. അതുപോലെയാണ് ഇതിന്റെ കാര്യം. ക്യൂട്ടി. എന്റെ കാല് ഭയങ്കര ചെറുതാണ്. ഇങ്ങനെ കാല് ചെറുതെന്ന് പറഞ്ഞ കാലിന് നീളം കുറവാണ്. അപ്പോൾ നല്ല ഗുണ്ടുമായിട്ടുണ്ട് കാണാനും. അപ്പോൾ നല്ല ക്യൂട്ട്. ഹായ് ഇടും.
അങ്ങനത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ രാവിലെ പോകുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഫ്രെയിംസ് ഇങ്ങനെ വരും മനസ്സിൽ. അതായത് ഇങ്ങനെ കാണുമ്പോൾ എന്താ പറയാ, നമ്മുടെ മൈൻഡിൽ നമ്മൾ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്ന പോലെ ആ ഒരു ഫീൽ. അതാണ് രാവിലെ ഇറങ്ങാനുള്ള ഒരു കാരണം കൂടി ഇതാണ്. രാത്രി വൈകിട്ടൊക്കെ കഴിഞ്ഞാൽ ഒക്കെ ഒന്നും കാണില്ല. രാവിലെ ഇറങ്ങുമ്പോൾ ഇതേപോലെ ചെറിയ കോടയോ അങ്ങനെ ഫോഗി ആയിട്ടുള്ള കുറച്ച് വിഷ്വൽസ് എല്ലാം കിട്ടും. ഇതെല്ലാം നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് കാണാം. ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് ഇവിടെ. ഇത് ഭയങ്കര ഡേഞ്ചറാണ്. നമ്മൾ ഇങ്ങനെ ഈ വഴിയിലൂടെ സ്ഥിരം വരാത്തവർ ഈ ജംഗ്ഷനിലേക്ക് നേരെ എൻ്റർ ചെയ്യുമ്പോൾ, അവിടെ നിന്ന് എൻ്റർ ചെയ്യുമ്പോൾ എന്താ പറയുക, ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. എനിക്കൊന്ന് സിഗ്നലുകൾ ഇപ്പം തെളിയുന്നുണ്ട്, പക്ഷേ ഒരിടയ്ക്ക് സിഗ്നലുകൾ തെളിയാത്തൊരു സിറ്റുവേഷനിൽ അടുത്ത ജംഗ്ഷൻ. നമ്മൾ വളവ് തിരിഞ്ഞ് വരുമ്പോഴേക്കും വരുമ്പോഴായിരിക്കും ഈ ജംഗ്ഷൻ കാണുന്നത്. അവിടെ നിന്ന് വരുമ്പോൾ ഇപ്പൊ കണ്ട ജംഗ്ഷൻ. അപ്പം എന്താ വെച്ചാൽ പെട്ടെന്നായിരിക്കും അതിന് മുമ്പിലേക്ക് ഒരു 2 വീലറോ ഓട്ടോയോ കാറോ വരിക. സ്ഥിരം പോകുന്നവർക്ക് കുഴപ്പമുണ്ടാവില്ല, പക്ഷെ ഒട്ടും പരിചയമില്ലാതെ ഈ റൂട്ടിൽ കൂടി പോകുന്നവർക്ക് അതൊരു പ്രോബ്ലമാണ്. നമ്മൾ AC റോഡിലേക്ക് കയറിയിരിക്കുകയാണ്, ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലേക്ക്. ഇനിയുള്ള വ്യൂസ് കുറച്ചുകൂടി നൈസായിരിക്കും. അതായത് കുറച്ച് മുന്നേ കണ്ട ആ ഒരു കേഴ്സും ആ ഒരു എന്താ പറയാ, ഒരു മലനിരകളൊക്കെ കാണുന്ന ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് ഇനി കാണുന്നത് നെൽപ്പാടങ്ങളും ഹൗസ് ബോട്ടുകളും കായലുകളും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇനി അങ്ങനത്തെ വിഷ്വൽസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു സ്ട്രെയിറ്റ് റോഡാണ് ആലപ്പുഴയിലേക്ക്. അപ്പുറത്തും ഇപ്പുറത്തും കായലും പാടങ്ങളും എല്ലാം. എനിക്ക് തോന്നുന്നൊരു 17 കിലോമീറ്റർ മറ്റോ ഉണ്ട് ഇത് സ്ട്രെയിറ്റ് ആയിട്ട്. ഇടയ്ക്ക് കുറച്ച് ബ്രിഡ്ജസ് ഒക്കെ വരും. കുറച്ച് പണി നടക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് കുറേയൊക്കെ പണി തീർന്നിട്ടുണ്ട്. നല്ല റോഡാണ്. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചെറുപ്പത്തിലെല്ലാം വരുമ്പോൾ ഈ റോഡ് ഫുള്ള് വെള്ളത്തിലായിരിക്കും. അപ്പുറത്ത് മഴക്കാലത്ത് കേട്ടോ, അപ്പുറത്തും ഇപ്പുറത്തും ഈ ഇതുപോലെ ഈ പാടങ്ങൾ അല്ലെങ്കിൽ ഈ കണ്ടം നിറഞ്ഞിട്ട് ഈ റോഡ് ഫുള്ള് വെള്ളത്തിലായിരിക്കും. അവിടെ കണ്ടോ, അവിടെ ഒരു മറ്റേ പൂക്കൾ ആമ്പലാന്ന് തോന്നുന്നു, മറ്റേ മലരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടോ? അതുപോലത്തെ ഒരു സ്ഥലം, ചുറ്റും ആമ്പലോ താമര എന്താ എനിക്കറിയത്തില്ല, താമരയാന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയി വന്നാലോ? ആമ്പലുകൾ കണ്ടപ്പോൾ ഇങ്ങോട്ടേക്കൊരു വഴിയും കണ്ടു, ഒന്ന് പോയി നോക്കാം. ഇതാണ് ആ വഴി. ഓപ്സ്, വഴിയില്ല ഗൈസ്, ഇവിടെ അല്ല. അമ്മേ, പ്രത്യേകിച്ചൊന്നുമില്ല. കയറുന്നു വണ്ടി.
കുറച്ചുകൂടെ അങ്ങോട്ട് എവിടെയോ ഞാൻ പാലം കണ്ട പോലെ തോന്നി, പക്ഷെ വഴി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ എനിക്ക് ലഗേജൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കോൺഫിഡൻസ് ഇല്ല, അതാണ് പ്രോബ്ലം. അങ്ങോട്ടേക്ക് വഴിയുണ്ട്. ഒരു ദിവസം കുട്ടനാട് വരാം. ഇപ്പം ഞാൻ പോകാഞ്ഞതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. ബാഗ്, കുറേ സാധനങ്ങളെല്ലാം ബാഗിൽ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് പോവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ അതൊക്കെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ അങ്ങനെ ഒന്നും അറിയത്തില്ല. വെറുതെ കയറി ചെന്നിട്ട് രാവിലെ തന്നെ വള്ളി മേടിക്കണ്ട എന്ന് കരുതിയിട്ട്. ഈ വഴി പലപ്പോഴും വരുമ്പോൾ ആലോചിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ചെറിയ ചെറിയ വഴികളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് എന്താ അവിടെ എന്താ നോക്കണം, അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഇതുവഴി വരുമ്പോൾ എല്ലാം. പക്ഷെ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ദിവസം ഇറങ്ങണം. നോക്കട്ടെ, ഈ വീഡിയോ നന്നായിട്ട് വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ പ്ലാൻ ചെയ്യാം. ഹൗസ് ബോട്ട്സ് കുറേ ഉണ്ട്. എനിക്കൊന്നും ആകെ ഇപ്പോൾ ഇവിടെ മാത്രമാണ് പണി കിടക്കുന്നത്. ബാക്കി അവിടെ ആ പാലങ്ങളുടെ അതൊക്കെ നമ്മൾ നേരത്തെ വന്ന പാലങ്ങളെല്ലാം പണി കഴിയാത്ത പാലങ്ങളായിരുന്നു നേരത്തെ. ഇപ്പോൾ അത് വർക്കെല്ലാം കഴിഞ്ഞു. എനിക്കൊന്നും ഇനി ഈ ഒരു ബ്രിഡ്ജിൻ്റെ കൂടെ പണിയേ ബാക്കിയുള്ളൂ എന്ന് തോന്നുന്നു. ഐ മീൻ ബ്രിഡ്ജ് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇവർ ഇത് 2 വേ ആക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ കുട്ടനാട് ആ ഒരു സ്ട്രെച്ച് കഴിഞ്ഞു. നമ്മളിപ്പോൾ ആലപ്പുഴ ടൗൺ ഭാഗത്താണ് ഉള്ളത്.
യെസ്, ഫൈനലി ആലപ്പുഴ ബൈപ്പാസ്. അപ്പുറത്തും റോഡ് വരുന്നുണ്ട്. കുറച്ചു കാലം കഴിയുമ്പോഴേക്കും കുറച്ചുകൂടി നന്നാവും. സോ ഇപ്പുറത്ത് പണിയുന്നുണ്ട് പാലം. ഇതൊരു 6 കിലോമീറ്റർ അടുപ്പിച്ചാണ് ഉള്ളത് ഈ ഒരു പാലം. 6 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. 6 ലൈക്ക് 6 കിലോമീറ്റർ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഫുൾ ചെളിയാണ് ഗൈസ്. വൈസർ മൊത്തം ചെളിയാ. അമ്മേ. അപ്പം ഞാൻ ഏകദേശം വീടെത്താറായി. അപ്പോൾ ഇതൊരു ആദ്യത്തെ ഒരു ട്രൈ ആട്ടോ. ഇത് എങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ ഒന്നും അറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഒരു ഒറ്റയ്ക്കിങ്ങനെ റൈഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വേണ്ടിയും പറഞ്ഞ് ഒരു വ്ളോഗ് ക്രിയേറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഇപ്പോൾ എന്തിനാണ് ഇങ്ങനൊരു വ്ളോഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വ്ളോഗേഴ്സിന് കുറവുണ്ടായിട്ടൊന്നുമല്ല, ഇഷ്ടംപോലെ വ്ളോഗേഴ്സ് ഉണ്ട്. പിന്നെ ഇതൊരു വ്ളോഗായിട്ടോ അല്ലെങ്കിൽ ഒരു ഇതായിട്ടും കാണുന്നില്ല. ഞാൻ വണ്ടി ഓടിക്കുന്നു. ഞാൻ എൻ്റെ ചാനൽ നോക്കിയാൽ ഇതിനു മുമ്പുള്ള വീഡിയോസിലൊന്നും ഞാൻ സംസാരിക്കുന്ന വീഡിയോസ് ഇല്ല. ജസ്റ്റ് ഒരു വീഡിയോ പ്ലെയിൻ, എന്താ പറയുക, ഞാൻ ഒന്നും ചെയ്യാറില്ല. ഞാൻ ഒരു സൗണ്ടും കേൾക്കാറില്ല. ജസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുക, അങ്ങനെയായിരുന്നു. അപ്പോൾ കുറേ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തു സംസാരിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യുക. അപ്പോൾ ഞാൻ കുറേ വോയിസ് ഓവേഴ്സ് കൊടുത്തു നോക്കി. അതായത് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് വോയിസ് ഓവർ കൊടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ അതൊരു ഒട്ടും ഒരു രസം തോന്നില്ല. പിന്നെ എനിക്ക് അങ്ങനെ വോയിസ് ഓവർ ചെയ്യാൻ അറിയത്തില്ല. അങ്ങനെ വീഡിയോ കണ്ടിട്ട് എനിക്ക് മുൻപേ പോയ യാത്രയെല്ലാം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ ചെയ്യുന്ന പോലെയല്ല പിന്നീട് അത് കണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും നടക്കുന്ന പരിപാടിയല്ല. അങ്ങനെയാണ് ഇതിപ്പോൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. എങ്ങനെയുണ്ടെന്നോ സജഷൻസ് ഉണ്ടെങ്കിൽ സജഷൻസ് പറയുക. അടുത്ത തവണ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനത് ആ സജഷൻസ് കേട്ടിട്ട് ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.